ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ നിർബന്ധപൂർവം? രണ്ടാമത്തെ എന്റെ ചോദ്യം, മതം മതം ഇമ്പോർട്ടന്റ് ആക്കി രാജ്യം മുന്നോട്ട് പോകാൻ പാടുണ്ടോ? മതം ഇമ്പോർട്ടന്റ് ആക്കി അതുവഴി നമ്മളെ ആളെ കൂട്ടി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ പാടുണ്ടോ? എന്റെ മൂന്നാമത്തെ ചോദ്യം, ജാതി പറയാൻ പിന്തുടരാൻ പാടുണ്ടോ? ജാതി പറയാൻ പാടുണ്ടോ? ജാതി പിന്തുടരാൻ പാടുണ്ടോ? കാരണം ഇത് സയന്റിഫിക്കലി ഒട്ടും പ്രൂഫില്ലാത്ത സാധനമാണ്. എല്ലാവരുടെ ബോഡിയിലും ഡിഫറെന്റ് രീതിയിലുള്ള ഗ്രൂപ്പിലുള്ള ബ്ലഡാണ് ഓടുന്നത്. അല്ലാതെ ഒരാളുടെ പിന്നെ ബോഡിയിലും ഇന്ന ജാതിക്കാരന്റെ ബ്ലഡ് അല്ല ഓടുന്നത്. അത് പാടുണ്ടോ? അത് പൂർണ്ണമായിട്ട് നീക്കേണ്ടതുണ്ടോ നമ്മുടെ രാജ്യത്തിൽ നിന്ന്? ഘട്ടഘട്ടമായിട്ട് ഉടനെ അല്ലെങ്കിൽ ഘട്ടഘട്ടമായിട്ട് നീക്കേണ്ടതുണ്ടോ? അതോ ജാതി നിങ്ങളുടെ ഉള്ളിൽ സ്നേഹസമ്പന്നമായി നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ? അതുകൊണ്ട് ഗുണം വല്ലതുമുണ്ടോ? നാലാമത്തെ എന്റെ ചോദ്യം, സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിവ് പാടുണ്ടോ? ലാംഗ്വേജ് അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനങ്ങൾ തമ്മിൽ തിരിച്ചിട്ടിട്ട് അത് അവർ തമ്മിൽ വേർതിരിവ് പാടുണ്ടോ? ഞാൻ മലയാളി, നീ തമിഴൻ, നീ ഹിന്ദി, നീ മറാഠി, നീ അസാമി, നീ ഉത്തർപ്രദേശുകാരൻ, പിന്നെ ആന്ധ്രാക്കാരൻ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഒരേ പാറ്റേണിൽ ഒരു രാജ്യമായിട്ട് പോകുന്ന ഭാരതം, ഇപ്പോഴത്തെ ഭാരതം എന്നാണല്ലോ ഇമ്പോർട്ടന്റ്, ഇത് പാടുണ്ടോ? ഇനി എന്റെ അഞ്ചാമത്തെ ചോദ്യം, ഇവ സംഭവിച്ചാൽ ആര് നമ്മളെ മുതലെടുക്കും? ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കൊണ്ടിരുന്നാൽ ആര് നമ്മളെ മുതലെടുക്കും? ഈ 5 ചോദ്യങ്ങളാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നത്. അതായത് പരാശക്തി സിനിമ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നത്. ഇനി ഇത് ഞാൻ 5 എപ്പിസോഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പൊ ഇതിൽ ആദ്യത്തത് ഈ സിനിമയെ കുറിച്ച് തന്നെയാണ്. സിനിമ നല്ല എക്സലന്റ് മൂവിയാണ് കേട്ടോ. ആകെ ഈ പടത്തിന്റെ ഒരു ഡ്രോബാക്ക് പറയാനുള്ളത്, പടം ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ നായകനും വില്ലനും കൂടെ ട്രെയിനിന്റെ മുകളിൽ കിടന്ന അടി, അത് നമ്മൾ ആ ചരിത്ര സിനിമ പറയുമ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാണ്. അത് മാത്രമാണ് എനിക്കൊരു 6-8 മിനിറ്റ് ബോറായിട്ട് തോന്നിയത്. അതെനിക്ക് ബോറ് തന്നെയായിട്ട് തോന്നി. പക്ഷെ അതർ സൈഡ് അത്രയും മാറ്റി പടത്തിനെ പിടിച്ച പടം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കാന്ത സിനിമയ്ക്ക് ശേഷം തമിഴിൽ ഇറങ്ങിയ നല്ല എക്സലന്റ്. അത് തെലുങ്കിലാണ് എടുത്തത്, തമിഴിൽ വന്നു. ഇപ്പൊ തമിഴിൽ ഇറങ്ങിയതിൽ നല്ല ക്ലാസിക്കൽ മൂവി, നല്ല സ്റ്റാൻഡേർഡ് ഫിലിം. 1. 2, നല്ല പെർഫോമൻസ് എല്ലാവരും. അതിനെക്കുറിച്ച് വിശദമായിട്ട് ലാസ്റ്റ് പറയും. പക്ഷെ കിട്ടില്ല പെർഫോമൻസ്. നായികയാകട്ടെ, ശിവകാർത്തികേയന്റെ സഹോദരനായിട്ട് അഭിനയിച്ചവരാവട്ടെ, അവരെ കൂടെ അഭിനയിക്കുന്ന ക്രൂ ആവട്ടെ,